നമസ്കാരം. മായ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. 5 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളുടെയും ശത്രുക്കളുടെയും ഒക്കെ ഒരു ഇടയിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. അപ്പം ബുദ്ധിപൂർവ്വം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് ചുറ്റിലും ശത്രുക്കളും അസൂയാലുക്കളും ഒക്കെയുണ്ട്, വെല്ലുവിളികളും ഒക്കെ നേരിടുണ്ട്. അതിനെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മറികടക്കുക, നേരിടുക. അങ്ങനെ ഒരു ബുദ്ധിപരമായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും നിങ്ങളിലുണ്ട്. ആ ഒരു കഴിവും ആ ഒരു മനസ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടാകും, പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാകും. ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ശത്രുക്കളെയും വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് പോകാനുള്ളൊരു കൺട്രോളിങ് പവർ, ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ട്, ഒരു നേതൃത്വ പാഠവും നിങ്ങൾക്കുണ്ട്. ആ ഒരു സാമ്പത്തിക ഭദ്രതയുള്ളത് കൊണ്ട് തന്നെയായാലും അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവും. അതിനെയൊന്നും നിങ്ങളിപ്പോൾ തൽക്കാലം വകവയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അതിനെല്ലാം നിങ്ങൾ അതിജീവിച്ച് വരും. നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പിന്നോട്ടേക്കല്ല, മുന്നോട്ടേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊന്നും ശ്രദ്ധിച്ച് നിൽക്കേണ്ട കാര്യമില്ല. വെല്ലുവിളികളെയും ശത്രുക്കളെയും ഒന്നും നിങ്ങൾ വകവയ്ക്കേണ്ട. ശ്രദ്ധിക്കണം, നിങ്ങൾ ആ ഒരു കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുൻകരുതലോടുകൂടി നല്ല മനസാന്നിധ്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അവിടെ നിങ്ങൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ദ സൺ കാർഡ് പറയുന്നത്. ഓക്കെ, ഇതാണ് യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം.